നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല രീതിക്ക് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൺസ്ക്രീൻ പരിചയപ്പെടാം. ഡോക്ടർ ഷെത്തിന്റെ ഈ ഒരു കേസർ ആൻഡ് കോജിക് ആസിഡിന്റെ ഒരു സൺസ്ക്രീൻ ആണ്. അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി, 3-4 മാസമായി കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചൊരു റിവ്യൂ ഇടാം ഇതിനെക്കുറിച്ച്. ഇപ്പൊ കുറച്ച് നല്ല പോപ്പുലർ ആണ്, നല്ല ട്രെൻഡിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു സൺസ്ക്രീനിൽ കുറച്ച് അട്രാക്റ്റീവ് പോയിന്റുകൾ എന്ന് പറയുന്നത് ഇത് ഹൈ പ്രൊട്ടക്ഷൻ തരും. കാരണം ഇതിൽ SPF 50 PA+++ വരുന്നുണ്ട്. അതുപോലെ തന്നെ UVB UVA പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്ത് വേണമല്ലേ? നമ്മൾ ഈ ഒരു കാലാവസ്ഥയ്ക്കൊക്കെ ഒരു 30 മുകളിൽ, SPF 30 മുകളിലെങ്കിൽ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സണ്ണിൽ നിന്നുള്ള നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടത്തുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ ഇത് SPF 50 PA++ ഉണ്ട്. ഇപ്പോൾ ഹൈ പ്രൊട്ടക്ഷൻ ആണ്. ഇതിന്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു ജെൽ ബേസ്ഡ് ടെക്സ്ചർ ആണ് വരുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. പെട്ടെന്ന് തന്നെ സ്കിന്നിൽ അബ്സോർവ് ആവും. നോൺ ഗ്രീസി ആണ്. സ്കിന്നിൽ ഒരു ഹെവിനെസ് ഒന്നും തോന്നത്തില്ല. പെട്ടെന്ന് തന്നെ സ്കിന്നിൽ ബ്ലെൻഡ് ആവും. ഒരു ഫിനിഷിങ് തരും കേട്ടോ. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് കണ്ടന്റുകൾ, കീ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കേസറും നിയാസിനിമൈഡും ആണ്. ഇത് കേസറും നിയാസിനിമൈഡും നമുക്കറിയാം സ്കിന്നിലെ അൺഇവൻ സ്കിൻ ടോണിനെയും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയ്ക്കാനും പിഗ്മെന്റേഷൻ ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ കണ്ടന്റുകൾ. അപ്പൊ ഇതിൽ 1% കോജിക് ആസിഡും അതുപോലെ തന്നെ 1% നിയാസിനിമൈഡും വരുന്നുണ്ട്. കേസർ എക്സ്ട്രാക്ട് വരുന്നുണ്ട്. അതായത് സ്കിന്നിനെ ഒന്ന് സൂത്തൺ ചെയ്ത് സോഫ്റ്റ് ആക്കാനും ഒരു ഗ്ലോ തരാനും ഒക്കെ കുങ്കുമപ്പൂ സ്കിന്നിന് നല്ലതാണ്, തരാനും ഒക്കെ സഹായിക്കും. ഈ ഒരു ട്യൂബിൽ, ഇതുപോലത്തെ ഒരു ട്യൂബിലാണ് വരുന്നത്. നമുക്കിത് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. പ്രൈസ് ഒക്കെ ഞാൻ സൈഡ് കൊടുത്തിരിക്കാം. ഇത് 30 ഗ്രാമിന്റെ ഒരു ട്യൂബാണ്. അതുപോലെ തന്നെ ഇത് വന്നിട്ട് 50 ഗ്രാമിന്റെ ഒരു ട്യൂബാണ്. അപ്പൊ ഈ പോയിന്റുകളൊക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇത് നല്ലൊരു സൺസ്ക്രീൻ ആണ്. വളരെ നല്ല സൺസ്ക്രീൻ ആണ്. യൂസ് ചെയ്തിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. നോർമൽ സ്കിൻ ആണ് കേട്ടോ. അപ്പൊ ഇതിൽ പറയുന്ന കണക്ക് തന്നെ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. നല്ല പെട്ടെന്ന് സ്കിന്നിൽ ബ്ലെൻഡ് ആവുന്നുണ്ട്. വൈറ്റ് കാസ്റ്റ് ഒന്നും വരുന്നില്ല. യൂസ് ചെയ്തിട്ട് ഒരു ലൈറ്റ് വെയിറ്റ്, ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ഫിനിഷിങ്ങും ഒരു ഗ്ലോയും ഒക്കെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഹൈ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. സൺ പ്രൊട്ടക്ഷൻ നല്ല രീതിക്ക്. ഞാൻ ഡെയിലി പുറത്തു പോണ ഒരാളാണ്. കാരണം പെട്ടെന്ന് എനിക്കിപ്പോൾ ടാൻ ആവുന്നില്ല. എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് സ്യൂട്ട് ആണെന്ന് പറയുന്നെങ്കിലും എക്സ്ട്രീം ഓയിലി സ്കിന്നിന് എനിക്ക് അത്ര ഒരു ഇത് തോന്നുന്നില്ല കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നതാണ്. ബാക്കിയെല്ലാം പോയിന്റ്സുകളും വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു ഇതാണ്. യൂസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ നോർമൽ സ്കിന്നാണ്, അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നോ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാം. പക്ഷെ എനിക്ക് ഇതിന്റെ പ്രൈസ് അത്ര അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു 50 ഗ്രാമിൻ്റെതാണ് വാങ്ങിച്ചത് കേട്ടോ. പ്രൈസ് ഞാൻ സൈഡിൽ കൊടുത്തിരിക്കാം. അപ്പൊ 50 ഗ്രാമിൻ്റെതാണ് വാങ്ങിച്ചത്. ഇത് വന്നിട്ട് തന്നെ 400 സംതിങ് ആയി. ഞാൻ പർപ്പിൾ നിന്ന് ഓഫറിലാണ് വാങ്ങിച്ചത്. അപ്പോൾ ഈ സൺ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ സൺസ്ക്രീൻ നമ്മൾ ഡെയിലി യൂസ് ചെയ്യും. പുറത്ത് പോയാലും വീട്ടിലാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യണമെന്നാണ്. പക്ഷേ ഇതിന്റെ പ്രൈസും റേറ്റും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനിത് ഡെയിലി ഒന്നും യൂസ് ചെയ്യത്തില്ല. പുറത്ത് പോകുമ്പോൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡെയിലി വെച്ച് നോക്കുമ്പോൾ ഇത് അഫോർഡബിൾ അല്ല. കുറച്ചൊന്ന് പ്രൈസ് കൂടുതലാണ്. പക്ഷേ ഇതിന്റെ ക്വാളിറ്റിയും പ്രൈസും വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഓക്കെയാണ്. ഞാൻ ആദ്യം ഒരു 50 തന്നെ പർപ്പിൾ നിന്ന് വാങ്ങിച്ചു. പിന്നെ അത് ഞാൻ 30 ആക്കി കേട്ടോ. അത്രയും എനിക്കിത് നല്ലൊരു സൺസ്ക്രീൻ ആയിട്ട് തോന്നിയത് കൊണ്ടാണ് പിന്നെ ഞാൻ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കുറഞ്ഞ 30 ഗ്രാമിന്റെ ഒന്ന് എടുത്തത്. അപ്പൊ ഇത് തന്നെ എനിക്ക് ഒരു കുറച്ച് നാൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഫിംഗർ മെത്തേഡ് വഴിയൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് അതിനൊരു റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ റേറ്റ് കൂടുതലാണെന്ന് വെച്ചിട്ട് പിശുക്കി പിശുക്കി യൂസ് ചെയ്യാനും പറ്റത്തില്ല. പിന്നെ ഇതിൽ പറയുന്ന കണക്ക് ഇപ്പോൾ നിയാസിനിമൈഡ്, കോജിക് ആസിഡിന്റെ ഒക്കെ 1% കോജിക് ആസിഡും 1% നിയാസിനിമൈഡും ഒക്കെ ഇതിൽ കണ്ടന്റ് വരുന്നുണ്ട്. അപ്പോൾ സ്കിൻ ബ്രൈറ്റൻ ചെയ്യോ, അല്ലെങ്കിൽ സ്കിന്നിൽ നല്ല രീതിക്കുള്ള പിഗ്മെന്റേഷൻ റെഡ്യൂസ് കറക്ഷൻ നടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അത് കുറവാണ് കേട്ടോ. ഇതിന്റെ പ്രയോറിറ്റി പെർഫോമൻസ് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്കുള്ള പ്രൊട്ടക്ഷൻ തരിക എന്നാണ്. അത് ഇത് ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നമുക്കൊരു സൺസ്ക്രീനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് ആ ഒരു ഇതാണല്ലോ. SPF 50 PA++ ഒക്കെ വരുന്നുണ്ട്. നല്ലൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ. സൺസ്ക്രീൻ പുറത്ത് പതിവായി പോകുന്നവരാണ്, ജോലി, ഓഫീസ്, അതുപോലെ തന്നെ കോളേജിലൊക്കെ പോകുന്നവരാണ്. ഈ പ്രൈസ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ള ഒരു സ്കിന്നാണ്, നോർമൽ സ്കിന്നാണ്, എക്സ്ട്രീം ഓയിലി എന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ പറയുന്ന കണക്ക് സ്കിൻ ടോൺ ബ്രൈറ്റൻ ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ വെച്ചിട്ടൊന്നും ഇതിൽ നിന്ന് വലിയ പെർഫോമൻസ് ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യണ്ട. ഒരു സൺസ്ക്രീൻ എന്ന ആ ഒരു ഇതിൽ
നന്നായിട്ട് തന്നെ ഇതിന്റെ ആ ഒരു പ്രൈമറി പെർഫോമൻസ് ഇതിനുണ്ട്. പിന്നെ നമ്മളെ പിഗ്മെന്റേഷൻ ഒക്കെ ഒന്ന് മൈൽഡ് ആയിട്ട് വളരെ ചെറിയ രീതിയിലൊന്ന് ഫെയ്ഡ് ആക്കുന്നുണ്ട് കേട്ടോ ഇത്. പിന്നെ അതുപോലെ തന്നെ ഇത് സ്കിന്നിനെ ഒന്ന് ഫിനിഷിങ് തരുന്നുണ്ട്. പിന്നെ ചെറിയ ഡോട്ട്സുകളൊക്കെ ഫെയ്ഡ് ആയിട്ടുള്ള ഡോട്ട്സുകളൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ നന്നായിട്ടൊന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഡാർക്ക് മാർക്സ് അല്ല, ചെറിയ ചെറിയ ഡോട്ട്സുകളൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ ഒരു മാസമൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതൊന്ന് ഫെയ്ഡ് ആവുന്നുണ്ട്. പിന്നെ പുതിയ ഇതുപോലെ നമ്മൾ കൊതുക് കടിക്കുന്നതോ അല്ലെങ്കിൽ പിമ്പിൾസിന്റെ മാർക്കോ ഒക്കെ പുതിയത് വരാതെ ഇത് കുറയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നി. പക്ഷെ നമ്മൾ ഓൾറെഡി സ്കിന്നിൽ ഉള്ളത് വലിയ രീതിക്കൊന്നും കുറയ്ക്കുന്നില്ല. ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ സിറമോ ഹൈപ്പർ പിഗ്മെന്റേഷൻ ക്രീമൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അതിനോടൊപ്പം സ്കിൻ കെയറിൽ നമുക്കൊരു നല്ലൊരു സൺസ്ക്രീൻ എന്ന നിലയ്ക്ക് ഇത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ നോക്കുന്നത് മെയിനായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ബ്ലെൻഡ് സ്കിന്നിൽ ലൈറ്റ് വെയിറ്റ് ആണോ, ഹെവിനെസ് ഇല്ല, എന്താണ് വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല, നല്ല രീതിക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്. പിന്നെ പ്രൈസിന്റെ കാര്യത്തിൽ ഓരോരുത്തർക്കും ഓരോന്നാണ്. എനിക്കിത് അത്ര അഫോർഡബിൾ അല്ല. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഈ പറയുന്ന ഈ 30 ഗ്രാമിന്റെ വാങ്ങിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കിത് എത്രയായാലും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ഓക്കെ ആണ്, നമ്മളെ സ്കിന്നിന് ഓക്കെ ആണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതൊരു മാസം വരെയൊക്കെ കഷ്ടിച്ചേ പോകത്തുള്ളൂ കേട്ടോ. പ്രൈസ് വരുന്നത് 300 രൂപയാണ്. ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ഒക്കെ ആകുമ്പോൾ ഈ ഒരു പ്രൈസ് ഒക്കെ തന്നെ വരുന്നത്. നമ്മൾ ഒരുവിധം നന്നായിട്ടാണ് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു ചെറിയ രീതിക്ക് ഇത് മൈന്യൂട്ടായിട്ട് സ്കിന്നിൽ ചെറിയൊരു ബ്രൈറ്റ്നസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.